സ്വർഗരജനിരൂപണമെൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാ ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ധ്യാനിച്ച് ചിന്തിച്ചു വരുന്നത്. അനേകം കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. അനേകം വ്യക്തി ജീവിതങ്ങൾ സമാധാനമില്ലാതെ അഴലുന്നു, മനസ്സ് നൊന്തു വിങ്ങിക്കഴിയുന്നു. എന്താണ് ഇതിനെല്ലാം കാരണം? മനുഷ്യരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് ദുരിതം പിടിച്ച ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു. ദുരിതപൂരിതമായ ജീവിതം, യാതനാഭരിതമായ ജീവിതം, പ്രശ്നസങ്കുലമായ ജീവിതം, തകർന്നു ഉലഞ്ഞ ജീവിതം. എന്താണ് ഇതിന് കാരണം? അതൊരു ഗൗരവമേറിയ വിഷയമാണത്. അനേകരും അറിയുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന്. തലമുറകളായി പകർന്നു വരുന്നതായ ചില ശാപങ്ങൾ പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, പല കുടുംബങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തലമുറകളായുള്ള ശാപങ്ങൾ. എന്താണ് ശാപം വരാൻ കാരണം? വേദപുസ്തകം ശരിയായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടെല്ലാമാണ് ശാപം വരുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നൊരു വചനമുണ്ട്. അത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നൊരു വചനമുണ്ട്. അത് നാം ചിന്തിച്ചു. ശാപത്തിൻ്റെ വഴികൾ പലതാണ്, ശാപം വരുന്ന വഴികൾ പലതാണ്. ഏതെല്ലാം ശാപം ഉണ്ടെങ്കിലും ആ ശാപം മാറ്റാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന സത്യം അനേകർക്കും അറിഞ്ഞുകൂടാ. യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷനായി മാത്രം നാം കാണേണ്ടതല്ല. യേശുക്രിസ്തു മനുഷ്യജീവിതത്തിൽ ശാന്തിയും സമാധാനവും അനുഗ്രഹവും പകരുവാൻ എഴുന്നള്ളി വന്ന സ്വർഗത്തിലെ നിത്യനായ രാജാധിരാജനാണ്. നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശുക്രിസ്തുവിൽ. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ശാപഗ്രസ്തമായ ഭൂമിയിൽ അനുഗ്രഹം പകരുകയാണ് ചെയ്തത്. ശാപത്തിന് വിധേയനായിപ്പോയ മനുഷ്യന് അനുഗ്രഹം നൽകുകയാണ് ചെയ്തത് ക്രിസ്തു. ക്രൂശിൽ ശാപഗ്രസ്തനെ പോലെ, ശപിക്കപ്പെട്ടവനെ പോലെ
കുരിശിൽ മരിച്ച ക്രിസ്തു നമ്മുടെ ശാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാനും നിങ്ങളും ശാപത്തിന് അടിമപ്പെട്ട് കിടന്നപ്പോൾ, നാം ഓരോരുത്തരും മനുഷ്യർക്ക് എല്ലാവർക്കുമുള്ള ശാപത്തിന് വിധേയരായി തീർന്നപ്പോൾ, നമ്മെ ശാപത്തിൻ്റെ ഭീകരതയിൽ നിന്ന് കോരിയെടുക്കുവാൻ ക്രിസ്തു നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നു. അതാണ് ക്രിസ്തുവിൻ്റെ തിരു അവതാരം. യേശുക്രിസ്തു നമ്മെ രക്ഷിപ്പാനും നമുക്ക് അനുഗ്രഹം തരുവാനും അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നമ്മെ ആനയിക്കുവാനും ക്രിസ്തു ക്രൂശിൽ മരിച്ചു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, ഒരുപക്ഷേ നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത് വന്നുപോയതായ പാപങ്ങൾ എല്ലാം വരുത്തിവെച്ച അനിവാര്യമായ ശാപത്തിൻ്റെ ഭീകരമായ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി മറുവിലയായി ഒഴിച്ചു. ആ തിരുരക്തത്താൽ പാപമോചനമുണ്ട്, ശാപമോക്ഷമുണ്ട്, മുക്തിയുണ്ട്, മോചനമുണ്ട്. പുരാണ മഹർഷിവര്യന്മാർ പ്രാതസ്നാന മന്ത്രം ചൊല്ലിയിരുന്നു. പ്രഭാതത്തിലെ സ്നാനസമയത്തൊരു മന്ത്രം ചൊല്ലിയിരുന്നു. പാപോഹം പാവകർമ്മോഹം പാപാത്മാ പാവസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞശ്വരോ ഹരി. പാപോഹം പാപകർമ്മോഹം, ഞാൻ പാപമാണ്, ഞാൻ പാപകർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ മുഴുവൻ പാപമാണ്. അഹം പാപ, ഞാൻ പാപമാണ്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ, എൻ്റെ മാളത്ത് മുഴുവൻ പാപമാണ്. ഞാൻ പാപത്തിൽ സംഭവിച്ചവനാണ്, പാപത്തിൽ ജനിച്ചവനാണ്. സംഭവിക്കുക, ജനിക്കുക. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം മാം ത്രാഹി, എന്നെ രക്ഷിക്കണേ. ത്രാഹിമാം സർവേശ്വര, എന്നെ രക്ഷിക്കണേ. ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞശ്വരോ ഹരി, സർവേശ്വരനായ ദൈവമേ എന്നെ രക്ഷിക്കണമേ. പാപത്തിൻ്റെ ഭീകരതയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ, മുക്തി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എക്കാലത്തും ചിന്തകന്മാരായ ആളുകൾ, ബുദ്ധിജീവികളും ഭക്തന്മാരും സദുദ്ദേശത്തോടെ ഭക്തിമാർഗം സ്വീകരിച്ചവരുമായ ആളുകൾ, താപസന്മാരാകട്ടെ മഹർഷിമാരാകട്ടെ, ആരും ആഗ്രഹിക്കുന്നതാണ് ഒരു മുക്തി, ഒരു മോക്ഷം. ഈ മോക്ഷം എന്ന് പറയുന്നത് അത് 4 വിധത്തിലാണ് ഹൈന്ദവ മനീഷിമാർ കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഈശ്വരൻ്റെ ലോകത്തിലെത്തിച്ചേരുക, സാലോക്യം, ഈശ്വരൻ്റെ ലോകത്തിലെത്തിച്ചേരുക, സ്വർഗത്തിലെത്തിച്ചേരുക, സാലോക്യം പോരാ. 2, ഈശ്വരൻ്റെ സമീപത്തിലെത്തിച്ചേരുക, സാമീപ്യം. 3, ഈശ്വരൻ്റെ സ്വരൂപം പ്രാപിക്കുക, സാരൂപ്യം. 4, ഈശ്വരനിൽ ലയിച്ചു ചേരുക, സായുജ്യം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇങ്ങനെ 4 വിധത്തിൽ മോക്ഷത്തിൻ്റെ വഴിയിലൂടെ നീങ്ങാൻ പറ്റുമെന്ന് പണ്ഡിതന്മാരായ ചിന്തകന്മാരായ ബുദ്ധിജീവികളായ പഴയകാലത്ത് മഹർഷിമാർ കരുതിയിരുന്നു, അവർ ഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം സാധ്യമാക്കി തരുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് ഗോകുൽത്തായിലെ കുരിശിൽ നാം കാണുന്നത്. എല്ലാം സാധിക്കുന്നു. ദൈവരാജ്യത്തിലെത്തിച്ചേരുന്നു, സാലോക്യം. ദൈവ സമീപത്തിലെത്തിച്ചേരുന്നു, സാമീപ്യം. ദൈവ സ്വരൂപമായി തീരുന്നു, സാരൂപ്യം. ദൈവത്തിൽ ലയിച്ചു ചേരുന്നു, സായുജ്യം. ക്രിസ്തുവിൽ ലയിച്ചു ചേരുന്നതായ അനുഭവം, ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുന്നതായ അനുഭവം. അപ്പോഴാണ് നമ്മിൽ നിന്ന് പാപങ്ങൾ മാറുന്നത്, ശാപങ്ങൾ മാറുന്നത്. ശാപഗ്രസ്തനായ മനുഷ്യൻ, ശാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യൻ, അവൻ നെടുവീർപ്പിട്ട് കഴിയുകയാണ്. എനിക്കൊരു മോചനമില്ലേ എന്നവൻ കരയുകയാണ്. ഇനി എന്തെങ്കിലും ഒരു സമാധാനം ഇല്ലേ എന്നവൻ ചിന്തിക്കുകയാണ്. ഓരോരുത്തരുടെയും സ്ഥിതി അതാണ്. നാം എല്ലാവരും, എൻ്റെ ദൈവമേ എനിക്കൊരു കരയേറ്റമില്ലേ. എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്, ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ കുടുംബങ്ങളാണ് എരിപൊരിക്കൊള്ളുന്നത്, നീറിപ്പുകയുന്നത്. വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നു. വിവാഹം വളരെ പ്രതീക്ഷയോടുള്ള വിവാഹം, വളരെ സന്തോഷത്തോടുള്ള വിവാഹത്തിൻ്റെ തുടക്കം, ആ വിവാഹ ജീവിതം എത്ര സന്തോഷകരമായി തുടങ്ങിയതാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ക്രമേണ അത് വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു. അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ ആർക്കും തയ്യാറല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ല, താഴാൻ മനസ്സില്ല. തന്മൂലം വിവാഹമോചനത്തിൻ്റെ കെടുതിയിൽ ഇന്ന് ലോകം വീർപ്പുമുട്ടുന്നു. പഴയകാലത്തെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ
വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് എത്രയോ മോശമായൊരു കാര്യമായിട്ടായിരുന്നു കരുതിയിരുന്നത്. ഇന്നോ അല്ല, ഇന്ന് വിവാഹമോചനം എന്ന് പറയുന്നത് അത് ഒരു സാധാരണ സംഭവം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ കുടുംബങ്ങളിലാണ് ഇതെല്ലാം യാതനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു യാതന ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടത്തിൽ മനുഷ്യൻ ഞെരുങ്ങുന്നു എന്നുള്ളതാണ്. കടത്തിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യൻ, പൈസ തികയുന്നില്ല, വരുമാനം ഉണ്ടെങ്കിൽ പോലും വരുമാനം കൊണ്ടൊന്നും ആകുന്നില്ല. പലരും വിഷമിക്കുകയാണ്. കടത്തിൽ വലയുന്നത് കൊണ്ട് മരിച്ചു പോകുന്ന, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യനുണ്ട്. കടത്തിൽ വലയുന്നത് കൊണ്ട് രോഗബാധിതരായ മനുഷ്യരുണ്ട്. കടത്തിൽ വലയുന്നതുകൊണ്ട് നിരാശയിലിങ്ങനെ ദിനംപ്രതി അടിക്കടി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ട്. നിഷ്ക്രിയരായിത്തീരുന്ന മനുഷ്യൻ, എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായ മനുഷ്യരുണ്ട്. കടത്തിൽ വീർപ്പുമുട്ടുന്നതായ മനുഷ്യർ, രോഗബാധയിൽ വലയുന്ന മനുഷ്യർ, പരസ്പര വിദ്വേഷത്തിൽ വലയുന്ന മനുഷ്യർ, പരസ്പരം ഇണക്കമില്ലാതെ, പരസ്പര ഐക്യമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, ഒരു മനസ്സില്ലാതെ വലയുന്ന മനുഷ്യർ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇങ്ങനെ വിവിധ രീതിയിലുള്ളതായ കെടുതികളും കേടുകളും ദുരിതങ്ങളുമായി മനുഷ്യ ജീവിതം ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭീകരമായ ചില ശാപങ്ങൾ ചില കുടുംബങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഭയാനകമായ ചില ശാപങ്ങൾ ചില വ്യക്തികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ പലരും മനസ്സമാധാനമുള്ളവരാണോ? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ പള്ളികളിൽ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഉള്ളത്തിൽ സമാധാനമില്ല. സമാധാനം മാത്രമില്ല. ഇവിടെ കിട്ടും സമാധാനം. സമാധാനം കിട്ടും ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ സമാധാനം കിട്ടും. അനുഭവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഈ പറയുന്നത് ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. കർത്താവെ, അങ്ങനെ ഒരു സമാധാനം ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ കിട്ടുമെങ്കിൽ, ക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ ലഭിക്കുമെങ്കിൽ അതെനിക്കിന്ന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കൂ. ഇനി ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗീയമായൊരു ശാന്തി പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു സമാധാനത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം ഇന്നെനിക്ക് പ്രാപിക്കാൻ കൃപ തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം ഇരച്ചു കയറി വരുന്നത്. ഇന്ന് ശാപത്തിന് കാരണമായി അനേകം കാര്യങ്ങൾ ഉണ്ട് എന്ന് പല സമയങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ. വേറെ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് വായിക്കാം. മലാഖി പ്രവാചന പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. മലാഖി പ്രവാചന പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശാപം വരുന്ന ഒരു വഴി ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. എന്താണത്? നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതേ, നിങ്ങൾ മനസ്സ് വയ്ക്കായക കൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു. നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ തരുന്ന ചില ആജ്ഞകളുണ്ട്, എൻ്റെ ചില പ്രമാണങ്ങളുണ്ട്. നിങ്ങളോടുള്ള എൻ്റെ ആജ്ഞ ഇതാകുന്നു, നിങ്ങളോടുള്ള എൻ്റെ കൽപ്പന ഇതാകുന്നു. നിങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയാണ് ഞാൻ കൽപ്പന തരുന്നത്. നിങ്ങളെ കൂച്ചിക്കെട്ടാൻ വേണ്ടിയല്ല കൽപ്പന തരുന്നത്. നിങ്ങൾക്ക് ചില പ്രമാണങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചില പ്രമാണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളെ ആരെയും അടിമകളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയുകയാണ്, നിങ്ങളെ വെറും പാവകളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ തരുന്ന കൽപ്പനകൾ, ഞാൻ തരുന്ന ആജ്ഞകൾ അത് നിങ്ങൾ അനുസരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം വരും. അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ കൽപ്പനകൾ തരുന്നത്, അത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം വരും. ഈ ആജ്ഞ നിങ്ങളോടാകുന്നു, നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നതേ, നിങ്ങൾ മനസ്സ് വയ്ക്കായതുകൊണ്ട് ഞാൻ അവയെ ശപിച്ചിരിക്കുന്നു. ആരോടാണ് പറയുന്നറിയാമോ? അല്പം ഞെട്ടലോടെ വേണം വായിക്കാൻ. തുടങ്ങുന്നത്, ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. പുരോഹിതന്മാരോടുള്ള ദൈവത്തിൻ്റെ ആജ്ഞയാണ്. യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായവും മലാഖി പ്രവചനം 2-ാം അധ്യായവും വായിക്കുമ്പോൾ പുരോഹിതന്മാർക്കുള്ള പ്രത്യേക മെസ്സേജ് കാണാം, പുരോഹിതന്മാർക്കുള്ള പ്രത്യേക സന്ദേശം കാണാം. പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ സഭയെ നടത്തുന്നവർ, ജനത്തെ ആത്മീയമായി നയിക്കുന്നവർ. അവരോടുള്ള സന്ദേശമാണ് ദൈവം പറയുന്നത്. ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. ദൈവം പറയുകയാണ്, നിത്യനായ ദൈവം പറയുകയാണ്, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ട് അനുസരിക്കുക.
എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുക. നിങ്ങൾ കേട്ട് അനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഞാൻ തരാൻ ആഗ്രഹിച്ചത്, എന്നാൽ നിങ്ങൾ എൻ്റെ ആജ്ഞകൾ കേട്ട് അനുസരിക്കായകൊണ്ട്, എൻ്റെ ആജ്ഞകൾ നിങ്ങൾ കേട്ട് അനുസരിക്കായകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പകരം അത് ശാപമായി തീരും എന്ന് ദൈവം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു സ്ഥാനം വഹിക്കുന്ന ആ ഒരു ശുശ്രൂഷകന്മാർ എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുത്താൽ പോരാ. ഓരോ വിശ്വാസിയും വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ പുരോഹിതനായിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് ഇംഗ്ലീഷ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. ഓരോ വിശ്വാസിയും രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ശുശ്രൂഷകളുണ്ട്, ശുശ്രൂഷയ്ക്കുള്ളതായ സ്ഥാനികളുണ്ട്. ആ സ്ഥാനമല്ല, എന്നാൽ നേരെ മറിച്ച് ഓരോരുത്തരും പൗരോഹിത്യത്തിൻ്റെ ബഹുമതിയുള്ളവരാണ്, പൗരോഹിത്യത്തിൻ്റെ സ്ഥാനമുള്ളവരാണ്. എന്തുകൊണ്ട്? ഒരു വിശ്വാസി പൗരോഹിത്യമുള്ളവനാണ്, രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവനാണ്, രാജാവുമാണ്, പുരോഹിതനുമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആജ്ഞ കേട്ടനുസരിക്കണം, ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കണം. വചനം കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേറെ ചില വാക്യങ്ങളോട് വായിക്കാം. ആവർത്തനം 11-ാം അധ്യായം 26-ാം വാക്യം മുതൽ വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നിങ്ങൾക്ക് ശാപം വരുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് വിശേഷ ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് സ്വന്തം ഇച്ഛാശക്തിയുണ്ട്, സ്വന്തം തീരുമാനമെടുക്കുവാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം, ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയില്ല. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും വയ്ക്കുന്നു, ശാപവും വയ്ക്കുന്നു. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, ഞാൻ തരുന്ന കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം വരും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചില അനുഗ്രഹങ്ങൾക്ക് തരികയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഞാൻ തരുന്ന കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം വരും. ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴികളെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നിങ്ങൾ വചനം അനുസരിക്കാതെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ ശാപം വരും. പ്രിയപ്പെട്ടവരെ, ശാപം വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വചനം അനുസരിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് തരുന്ന കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. അനുസരിക്കുന്നെങ്കിലോ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങളൊരു സെക്കൻഡ് നേരം ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് അനേകം കൽപ്പനകൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ചില പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് അതിൻ്റെ തിരുവചനം എനിക്ക് അനുശാസനം തരുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം തിരുവചനത്തിൽ കിട്ടുന്നുണ്ട്. അതിലേതെങ്കിലും ഞാൻ വിട്ടുമാറിയോ? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിട്ടുമാറിയോ? ഒരു ചെറിയ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും, കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. നാം കോപിച്ച് വിറഞ്ഞിട്ടില്ലേ? നാം കോപിച്ച് നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സും വിറകൊണ്ടിട്ടില്ലേ? നാം കോപം ജ്വലിച്ച് പലതും ജൽപ്പനം ചെയ്തു പോയിട്ടില്ലേ?
നാം കോപിച്ച് പ്രാഗിയിട്ടില്ലേ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. കോപിച്ച് പലതും പ്രവർത്തിച്ചിട്ടില്ലേ? ചിന്തിക്കൂ. ഒരുപക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ആയുധം കൊണ്ട് ആരെയും കൊന്നൊന്നും വരികയില്ല. പക്ഷേ കൊലപാതകത്തിന് തുല്യമായ കോപം നിങ്ങൾ ക്രുദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് നിങ്ങൾ വാസ്തവത്തിൽ സുബോധം കെട്ടവരെ പോലെ പെരുമാറിയിട്ടില്ലേ? ഓർത്തു നോക്കൂ. അനേകം ആളുകൾ, പ്രായമായവരല്ല കുട്ടികളും, കോപം എന്ന് പറയുന്നൊരു പിശാചിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കലി കയറുക, കോപം കയറുക, അതൊരു പൈശാചിക ബാധയാണ്. ഏതോ ഒരു ശക്തി വന്ന് കയറുന്നത് പോലെ തോന്നുകയാണ്. എന്തിനു കോപിച്ചു എന്ന് പിന്നെ സുബോധത്തോടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്തിനു കോപിച്ചു, കോപിക്കണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കും. ഞാൻ എന്തിനാ കോപിച്ചു പോയത്? അയ്യോ, നിസ്സാര കാര്യത്തിൽ ഞാൻ കോപിച്ചു പോയല്ലോ. തിരിഞ്ഞ് നോർക്കുമ്പോൾ ലജ്ജ തോന്നും. എന്നാൽ ആ സമയത്തോ ഒരു ഭൂതം വന്ന് കയറുകയാണ്, ഭൂതാത്മാവ് വന്ന് കയറുകയാണ്, ഒരു പ്രേതാത്മാവ് വന്ന് കയറുകയാണ്, ഏതോ ദുഷ്ടപിശാചികളുടെ കൂട്ടം വന്ന് കയറുകയാണ്. തന്നെത്താൻ മറന്ന് കോപിച്ച് എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞു പോവുകയാണ്, എന്തെല്ലാമോ ചെയ്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇല്ലേ, അനേകർ ഇന്ന് കോപത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു. വചനം കോപിക്കരുത്, കൊല ചെയ്യരുത് എന്നാണ്. കോപിച്ചാൽ കൊലപാതകത്തിന് തുല്യമാണെന്നാണ്. ചിന്തിച്ച് നോക്കൂ. നിസ്സാരം നമുക്ക് തോന്നാവുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം നോക്കണം. ബൈബിളിൽ വെച്ചിരിക്കുന്ന നിർണായകമായ ആജ്ഞകൾ നാം അനുസരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പോഴാണ് കർത്താവേ, ഞാൻ ശാപഗ്രസ്തനാണെന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ശാപത്തിന് അടിമയായി പോയല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ഹൃദയത്തിൽ വൈരാഗ്യം വന്നു പോയല്ലോ, അയ്യോ ശാപഗ്രസ്തനായി പോയല്ലോ. ചിലരോട് ഈർഷ്യയും പിണക്കവും വന്നു പോയല്ലോ, അയ്യോ ശാപഗ്രസ്തനായി പോയല്ലോ. ചിലരോട് എൻ്റെ ഹൃദയത്തിൽ സ്പർദ്ധയും മുഷിച്ചിലും വന്നു പോയല്ലോ, ഞാൻ ശാപഗ്രസ്തനായി പോയല്ലോ. എൻ്റെ കുടുംബത്തിൽ തന്നെ കർത്താവേ, ഞാൻ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നു പോയല്ലോ, ശാപഗ്രസ്തനായി പോയല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നാം വിളിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം പ്രാപിക്കേണ്ടവരാണ്. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ആയുസ്സിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? അതോ അവരുടെ ഉള്ള നിങ്ങളെക്കുറിച്ച് നോവാനിട വന്നിട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ശപിച്ചു കാണുകയില്ല, നിങ്ങൾക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുകയുമില്ല. എങ്കിലും നിത്യനായ ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങളുടെ മേൽ ശാപം സ്വാഭാവികമായി വന്നു പോവുകയാണ്. മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറുന്നവർ, മാതാപിതാക്കളുടെ ഉള്ളത്തെ വേദനിപ്പിക്കുന്നവർ, അമ്മ കരഞ്ഞു പറഞ്ഞു എൻ്റെ മോളെ നീ ആ വഴിക്ക് പോകല്ലേ എന്ന്. പക്ഷേ പിന്നെയും അമ്മ കരയട്ടെ, എന്നാലും ആ പുരുഷൻ്റെ കൂടെ പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചു പോകുന്ന ചില പെൺകുട്ടികളുണ്ട്. ക്ഷമിക്കണം എൻ്റെ മോനെ, നീ നിൻ്റെ ആയുസ് മുടിക്കല്ലേ, നീ ഉഴപ്പിക്കളയല്ലേ, മോനെ നീ പഠിക്ക്, മോനെ നീ ഇത്ര ചെറുപ്പത്തിലെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ എന്ന് പറഞ്ഞ് അപ്പനോ അമ്മയോ ഉപദേശിക്കുമ്പോൾ അപ്പനെയും അമ്മയും തട്ടി മാറ്റിയിട്ട് പോകുന്ന ചെറുപ്പക്കാരുണ്ട്. ശാപമാണ് വരുത്തി വയ്ക്കുന്നവർ അറിയുന്നുണ്ടോ? മാതാപിതാക്കളുടെ ഉള്ളത്തെ വേദനിപ്പിക്കരുത്, മാതാപിതാക്കൾക്ക് അല്പം പോലും ദണ്ണം തട്ടരുത്. സ്വാഭാവികമായി ശാപം വരികയാണ്. എങ്കിൽ സ്നേഹിതരെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ശാപത്തിൻ്റെ അടിമത്തത്തിലാണ്. മാതാപിതാക്കളെ ഉള്ളത്തെ നൊമ്പരപ്പെടുത്തിയവർ, മാതാപിതാക്കൾക്ക് വേദനയുണ്ടായത്, എത്രയെത്ര അനുഭവങ്ങൾ. ഇതെല്ലാം ശാപകരമായി നമ്മെ പിന്തുടരുന്നുവെന്ന് ആരെങ്കിലും അറിയാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമല്ല, അതിനുശേഷം പിന്നാലെ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, മക്കളുടെ മക്കൾക്കെല്ലാം ശാപം വരുന്നതിന് കാരണമായി തീരുന്നു. ഇത് ഈ കേൾക്കുന്ന നിങ്ങളെങ്കിലും, കുറച്ച് പേരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നവർ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കുക, മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിക്കുക, മാതാപിതാക്കളെ ആദരിക്കാൻ പഠിക്കുക, മാതാപിതാക്കൾക്ക് ഉള്ളം തണുപ്പിക്കാൻ നോക്കുക, അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം അനുസരിക്കുക, വചനം പാലിക്കുക. വചനം അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. നമുക്ക് വീണ്ടും വായിക്കാം. യിരെമ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം, യിരെമ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവം വ്യക്തമായിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ തൻ്റെ ഇടമുണ്ട്, ഇപ്പോൾ നല്ല പ്രാപ്തിയുണ്ട്, ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇപ്പോൾ ആരെയും കളിയാക്കാം, ഇപ്പോൾ ആരെയും പരിഹസിക്കാം, ഇപ്പോൾ ദൈവവേലയെ തടുക്കാം, ഇപ്പോൾ അധികാരമുണ്ട്, ഇപ്പോൾ തൻ്റെ ഇടമുണ്ട്, ഇപ്പോൾ എന്തും ചെയ്യാൻ ചോദിക്കാൻ ആരുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവനെ, നിന്നോട് പറയട്ടെ, നിനക്ക് വലിയ ശിക്ഷകൾ നിൻ്റെ പിന്നാലെ വരുന്നു. ശാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, നീ അറിയുന്നില്ല. ഭീകരനായ പൈശാചികൻ നിൻ്റെ പിന്നാലെ നിന്ന് നശിപ്പിക്കാൻ പിറകെ കൂടിക്കഴിഞ്ഞു. ശാപം മൂലം ദുഷ്ടപിശാചിൻ്റെ മേൽ അവകാശം വന്നു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കി അതിവേഗം നിങ്ങൾ വചനമനുസരിക്കാൻ തയ്യാറാകുക, വചനം സ്വീകരിക്കാൻ തയ്യാറാകുക,
വചനത്തിന് കീഴ്പ്പെടാൻ തയ്യാറാകുക. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ വന്നുപോയി, കൽപ്പന ലംഘനങ്ങൾ വന്നുപോയി, വചനത്തെ ഞാൻ അനുസരിച്ചില്ല. ഈ വചനം സമ്പൂർണ്ണ സത്യമെന്ന് എനിക്കറിയാം. കർത്താവേ, ആ സത്യം ഞാൻ അറിഞ്ഞിട്ടും പിന്നെയും ഞാൻ വചനത്തെ ധിക്കരിച്ചു പോയി. ഞാൻ വചനം കേട്ടവനാണ്. കേൾക്കാതിരുന്നുവെങ്കിൽ ഇത്രയും ദുരിതം വരികയില്ലായിരുന്നു, ഇത്രയും വലിയ ശിക്ഷ വരികയില്ലായിരുന്നു. പക്ഷേ ഞാൻ കേട്ടുപോയി. ഞാൻ ഈ വചനം കേട്ടുപോയി. വചനം എനിക്ക് സ്വീകാര്യമായിരുന്നു, ഞാൻ സ്വീകരിച്ചിരുന്നു. പക്ഷേ എപ്പോഴോ ഒരു വീക്ക് മൊമെൻറ്റ്, ഒരു പ്രത്യേക ബലഹീന നിമിഷം വന്നപ്പോൾ കർത്താവേ, ഞാൻ തെറ്റിൽ വീണുപോയി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ശാപം വന്നുപോയി. സ്നേഹിതരെ, നിങ്ങൾക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഇന്നൊരു മാർഗം തുറന്നിരിക്കുന്നു. എന്താണത്? അതാണ് കർത്താവായ യേശുവിൻ്റെ തിരുരക്തം. സകല പാപവും ക്ഷമിക്കും. തലമുറകളായി നമ്മുടെ മേൽ പകർന്നു വന്നതായ, നമ്മുടെ രക്തത്തിലേക്ക് പകർന്നു വന്നതായ, ആ രക്തബന്ധത്തിൽ കൂടി വന്നതായ സകല പാപങ്ങളും സകല ശാപങ്ങളും ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതാണ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധി വേണ്ട, നിങ്ങളെ ബുദ്ധിയിൽ തേടണ്ട. ഒരു എളിയ വിശ്വാസം മതി, ഒരു ചെറിയ വിശ്വാസം. എൻ്റെ കർത്താവേ, സത്യം, ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു, ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ളതായി വചനം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സർവാത്മന നാഥ, നിൻ്റെ തിരുവചനം അനുസരിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. മനസ്സറിഞ്ഞ്, എൻ്റെ കർത്താവേ, ഇനി എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എന്നും കേൾക്കുന്ന കാര്യമല്ലേ നിങ്ങൾക്ക് തോന്നും, എന്നും ഇതല്ലേ പറയുന്നതെന്ന് തോന്നും. അല്ല പ്രിയരെ, അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കൊരു നല്ല കാലം വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, ഒരു ശോഭനകാലം വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, ഒരു നല്ല ശോഭനമായ ഭാവി നിങ്ങൾക്ക് വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തലമുറ ഒരു ശ്രേഷ്ഠമായ തലമുറയായി വളർന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മൂലം തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേലുള്ള ശാപങ്ങൾ മാറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിനോട് അപേക്ഷിക്കാം. കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എന്നെ തൊടണമേ, നിൻ്റെ തിരുരക്തം നെറ്റിയിൽ പുരട്ടി തരണമേ. 2000 വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച രക്ഷക, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാപം മാറ്റണമേ, എൻ്റെ ശാപം മാറ്റണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം. ആ വാക്ക് പാലിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിൻ്റെ പ്രിയ മക്കളെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ശാപഗ്രസ്തരായിരിക്കുന്നവർക്ക് ശാപമോക്ഷം നൽകണമേ, സമാധാനം നൽകണമേ, ശോഭനമായ ഭാവി നൽകണമേ. നാഥ, ഒരു നല്ല തലമുറ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം, വിശുദ്ധരെഴുന്നേൽപ്പാൻ തക്കവണ്ണം, കർത്താവെ, വിശ്വാസികൾ എഴുന്നേൽപ്പാൻ തക്കവണ്ണം നാഥ, നിൻ്റെ ഈ ജനത്തിന്മേലോടത്തെ കരം നീട്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.